ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സുധാമ, ബാക്കിയായിരിക്കുന്ന എല്ലാവരും, ജേക്കബ് പാസ്റ്റർ, ജോഷി സാറ്, എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവനാമത്തിൽ വളരെ നന്ദിയോടുള്ള ഹൃദയത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 14 വർഷത്തോളമായിട്ട് മാർഗ്ഗദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാർഗ്ഗദീപം ഞങ്ങളുടെ കുടുംബത്തെ കണ്ടെത്തുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ മാർഗ്ഗദീപം ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിലും, ഇമോഷണലി ആണെങ്കിലും എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തുവാൻ, ഇപ്പം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ടഫസ്റ്റ് എക്സാംസ് ആയിട്ടുള്ള UPSCക്ക് പഠിക്കുവാനും ദൈവം എന്നെ ഇടയാക്കി. ഞാനിതിപ്പം തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം മാർഗ്ഗദീപം ഞങ്ങളെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, എന്നെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, മാർഗ്ഗദീപം എൻ്റെ കൈക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം എന്താ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത്രയും അഫോർഡബിൾ അല്ലാത്ത ഒരു എക്സാമും അതിൻ്റെ കോച്ചിങ്ങും പിന്നെ ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുത്ത് തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ നിൽക്കുവാനും പഠിക്കുവാനും എല്ലാം വിദ്യാഭ്യാസം പാതി വഴി ചിലപ്പം മുറിഞ്ഞുപോയി വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നാളുകളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. എന്നാൽ അതിനൊന്നും ഇടം വരുത്താതെ 2005 മാർഗ്ഗദീപം സ്ഥാപിതമായെന്ന് പറഞ്ഞു. ഞാനിപ്പം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മാർഗ്ഗദീപം ഒന്ന് ദൈവം സ്ഥാപിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇപ്പം മാർഗ്ഗദീപം അന്ന് ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഭാവി എന്തു ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകളിലൂടെയും മാർഗ്ഗദീപം ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ വിദ്യാഭ്യാസം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇതുവരെ എത്തുവാൻ ഇവിടേക്കായത്. ഞാൻ പറയാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് വരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. ചെറുപ്പകാലം തൊട്ടേ അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പം തൊട്ടേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഞങ്ങളൊരു കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത്. വീടെന്ന് പറയാനില്ല, ഒരു കുടിലിൽ, ഒരു ചട്ടക്കുടിലിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ തന്നെ എടുത്ത് പറയണം. പനയോല കൊണ്ട് മറച്ച്, പനയോല കൊണ്ട് മേഞ്ഞ, ചാണകം മെഴുകിയ ഒരു കുഞ്ഞു വീട്ടിൽ, ഒരു മുറി, ഒരു ഭാഗത്ത് അടുക്കളയ്ക്ക് പുകയുന്നുണ്ടെന്നുള്ള, അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു വീട്ടിലാണ് ചാക്ക് കൊണ്ട് മറച്ച വാതിലുള്ള, കെട്ട പോലും ഇല്ലാത്തൊരു വാതിലുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് വളർന്നത്. 8ാം ക്ലാസ് വരെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പഠിച്ചത്. വീടിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇലക്ട്രിസിറ്റി കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ 8ാം ക്ലാസ് വരെ പഠിച്ചു. എന്നാലും പഠിത്തത്തിൽ യാതൊരു പുറകോട്ടും പോകാതെ ദൈവം അനുഗ്രഹിച്ച് പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും ഇതുവരെ നന്നായിട്ട് പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ട് വന്നപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മയ്ക്ക് മാരകമായിട്ടൊരു അസുഖം വരുന്നത്. അമ്മയുടെ തലച്ചോറിലെ ഞരമ്പ് പൊട്ടിപ്പോകാൻ ഇടയായി തീർന്നു. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു അസുഖമാണ്. എന്നാൽ മരണക്കിടക്കയിലായിരുന്നു. അങ്ങനെ ജീവിതത്തോട് മല്ലടിച്ച അമ്മയായിരുന്ന സമയത്താണ് എനിക്ക് ചേട്ടായി അനിയത്തി വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 അന്ന് കുഞ്ഞുങ്ങളാണ്. അപ്പം അപ്പോഴാണ് മാർഗ്ഗദീപം ഞങ്ങളുടെ കുടിലേക്ക് ഞങ്ങളെ തേടി വരുവാണ് ചെയ്തത്. ജിനു ബേബി സാർ ഉണ്ടായിരുന്നു, ജേക്കബ് പാസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളെ കണ്ടെത്തി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ കൂടത്തിൽ മാർഗ്ഗദീപം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രത്തോളം കൈത്താങ്ങായിട്ട് നിന്നു. അപ്പം അങ്ങനെ മമ്മിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായി തീർന്നു. ദൈവം പക്ഷേ അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ ദൈവം അന്ന് തൊട്ട് മമ്മീനെ കുഴപ്പമില്ലാതെ മമ്മി ആ അസുഖത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. സൗഖ്യത്തോടെ ദൈവം ആക്കി വെച്ചു. ഇപ്പോഴും അതിനുശേഷം പപ്പ ലോഡിങ്ങിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത പോലെ, പെടലി ഞരമ്പ് ലോഡ് ഭാരം എടുക്കാൻ പറ്റാത്ത പോലെ ഞരമ്പിന് പ്രശ്നമായി. അങ്ങനെ ജോലിക്ക് പോകാതെ, പപ്പായ്ക്ക് അസുഖമായിട്ട് പപ്പായ്ക്ക് ജോലിക്ക് പോകാതെ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. എങ്കിലും അപ്പോഴൊക്കെ നന്നായിട്ട് പഠിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അങ്ങനെ പഠിച്ചു പോന്നു. നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ ലഭിച്ചു. നന്നായിട്ട് പഠിച്ചു. എന്നാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ UPSC എന്നൊരു മോഹമായിരുന്നു. അത് പപ്പയാണ് എൻ്റെ ഹൃദയത്തിൽ തന്നത്. മോള് നമ്മുടെ പരിമിതികൾക്കപ്പുറത്ത് നിന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ പരിമിതികൾക്കപ്പുറത്ത് നിന്നുള്ള ആഗ്രഹങ്ങൾക്ക് നമ്മൾ വേണം, അത് വേണം നമ്മൾ കാണാൻ എന്നെ പഠിപ്പിച്ചത് പപ്പയാണ്. മോളൊരു സിവിൽ സർവൻ്റ് ആകണം, ഒരു IAS ഓഫീസർ ആകണം എന്ന് പഠിപ്പിച്ചെന്നെ പപ്പയാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനൊരു കോച്ചിങ് എങ്ങനെ എടുക്കുമെന്ന്, അത്ര അഫോർഡബിൾ അല്ലാത്തൊരു കോച്ചിങ് എങ്ങനെ എടുക്കുമെന്നോ പോയി പഠിക്കണമെന്നൊന്നും അറിയാതെ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന, വളരെ അത്ഭുതകരമായിട്ട് ദൈവം അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ എനിക്ക് തക്ക സമയത്ത് തുറന്നു. കറക്റ്റ് സമയത്ത് എനിക്കൊരു സ്കോളർഷിപ്പ് എക്സാം എൻ്റെ മുമ്പിൽ വന്ന് ഞാനത് എഴുതുവാനും അത് ക്രാക്ക് ചെയ്യാനും ഇടയായി. ദൈവം അനുഗ്രഹിച്ച് അത് കിട്ടുവാനിടയായി. എന്നാൽ ബുക്സ് എങ്ങനെ വാങ്ങിക്കും, ഒരുപാട് ബുക്സ് ഉണ്ട്, അതെങ്ങനെ വാങ്ങിക്കും എന്നൊന്നും അറിയത്തില്ല. അത് ഭാരപ്പെട്ടു. അപ്പോഴും തക്ക സമയത്ത് എങ്ങനെയൊക്കെയോ എനിക്ക് പോലും
പോലും അറിയാത്ത ചെങ്ങന്നൂരുള്ളൊരു ചേച്ചിയുടെ പഠനം കഴിഞ്ഞു. ചേച്ചി ആ പുസ്തകങ്ങൾ ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ട് അത് മറ്റൊരാൾ കണ്ട് അങ്ങനെ അത് എന്നിലേക്ക് എത്തിച്ചേർന്നു. ആ ചേച്ചിനെ എനിക്ക് ഡയറക്റ്റ് അറിയത്തില്ല. അങ്ങനെ മറ്റൊരാൾ പഠിച്ചൊരു ബുക്ക് വെച്ച് ഞാനങ്ങനെ പഠിക്കുന്ന ദൈവം അവിടെ അത്ഭുതമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഓരോ സമയങ്ങളിലും വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നു. പപ്പായ്ക്ക് അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും, വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. കാരണം പപ്പായ്ക്ക് അപ്പം വയ്യാതായി, കിഡ്നി ഫെയിലിയറായി ഡയാലിസിസിലോട്ട് പോയി. അപ്പം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനായിരുന്നു പപ്പയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പൊക്കോട്ടപ്പോൾ ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മാർഗദീപ് എനിക്കൊരു ഓൺലൈനായിട്ട് പഠിക്കുന്ന ലാപ്ടോപ്പ് എനിക്ക് കൊണ്ടു തന്നു. അതെനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. അങ്ങനെ പിന്നെ ലാപ്പിൽ ഞാൻ ക്ലാസ് കണ്ടു തുടങ്ങി, അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിയുമ്പോൾ എനിക്ക് ഓഫ്ലൈനിൽ ക്ലാസ്സിന് പോയാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നി. എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഹോസ്റ്റൽ ഫീ അങ്ങനെയൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ദിവസത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മാർഗദീപം നമ്മളോട് പറഞ്ഞു ഹോസ്റ്റൽ ഫീൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അന്നോട്ട് ഇന്ന് വരെയും 2023 അന്നോട്ട് ഇന്ന് വരെയും ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ പഠനത്തിൽ യാതൊരു മുടക്കം കൂടാതെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തിന് ചെന്നതിന് ശേഷമാണെങ്കിലും ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്നു. എനിക്ക് അവിടെ നിന്ന് പല ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരു കേസൊക്കെ ആകുന്ന ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായി. ജോഷ്സാനും ജേക്കബാസിനൊക്കെ അറിയാം. പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. അതിന് എനിക്ക് ലിഗമെന്റ് ഇഞ്ചുറി ആയി. എന്നിട്ട് എൻ്റെ കാല് പ്ലാസ്റ്റർ ഇട്ട് രണ്ടാഴ്ചത്തോളം 1 മാസത്തിനടുത്ത് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതുകൊണ്ടും ക്ലാസ് കേൾക്കുന്നതുകൊണ്ടും രാത്രി 10 മണിയാവും റീഡിംഗ് റൂമിൽ നിന്ന് വരുമ്പോഴത്തേനും. അപ്പം അത്ര അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ആയി. അങ്ങനെ വീണ്ടും എനിക്ക് 2 ആഴ്ച റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെ അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ. എനിക്ക് 2 ആഴ്ചത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തലകറക്കം നിൽക്കാനിടയിൽ. ഒരുപാട് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാൽ യാതൊരു കാര്യങ്ങളും ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു ഒഫ്താൽമോളജിസ്റ്റിനെ പോയി കാണും, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ണിന് നല്ല പ്രശ്നമുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കും ഇങ്ങനെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണ് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നു. അപ്പോൾ കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞു. അതിനും ജോഷി സാറ് മാർഗദീപത്തിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാനിപ്പം വെച്ചിരിക്കുന്ന കണ്ണാടിയും പിന്നെ എനിക്ക് വേറൊരു ഫ്രെയിമുണ്ട്, അതും എനിക്ക് ജോഷി സാർ മുഖേനയാണ് അതെനിക്ക് ലഭിക്കാനിടയത്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിലും എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് എനിക്ക് കണ്ണിന് വേദന എടുക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ണിന് റെഡ് ഉണ്ട്, പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേനും പിന്നെ ഭയങ്കര പ്രശ്നം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനിടയായി. അവിടെ ചെന്നപ്പം ഞാൻ കണ്ണിൽ അസുഖമോ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അവർ പറഞ്ഞു കണ്ണ് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് കണ്ണിന് ബ്ലഡ് വെസൽസിന് നീർക്കെട്ടാണ്, ഇത് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കുവാനിടയിൽ തീർന്നു. അങ്ങനെ ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കുറച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് എൻ്റെ പഠനത്തിനിടയ്ക്ക് തന്നെ എൻ്റെ മമ്മിക്കും മാരകമായിട്ടൊരു അസുഖം വരുവാനിടയായി തീർന്നു. മമ്മി ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് 3rd സ്റ്റേജിലാണ് നമ്മൾ അറിയുന്നത്. അപ്പം അതും എന്നെ മാനസികമായിട്ട് തളർത്തി. എന്നാൽ അവിടെ എല്ലാം ശക്തിയായിട്ട് പിടിച്ചെടുക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. പഠനമൊന്നും മുടങ്ങിപ്പോവാതെ ദൈവം സഹായിച്ചു. മമ്മിക്ക് അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞു, കീമോ കഴിഞ്ഞു, സർജറി കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു, ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നു. മമ്മീനെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നാൽ ഞാനിങ്ങനെ ഒരു ദിവസം റീഡിംഗ് റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 27ന് ഒരു എക്സാം ഉണ്ട്. അപ്പം 25-ന് ഞാൻ വീട്ടിൽ പോകാനായിട്ട് ബസ് ബുക്ക് ചെയ്തിരിക്കുക. 24-ാം തീയതി ഞാൻ റീഡിംഗ് റൂമിൽ രാത്രി 9 മണിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് എനിക്കൊരു കോൾ വരിക, വീട്ടിലേക്ക് വരണം പെട്ടെന്ന്, പപ്പായ്ക്ക് മോളെ കാണണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസത്തിന് ബസ് ബുക്ക് ചെയ്തിരിക്കുകയാണല്ലോ, ഞാൻ അപ്പം വരാം എന്ന് പറഞ്ഞു. അത് സാരമില്ല, മോൾ ഇപ്പം തന്നെ പോരണം, ചേട്ടായി വരും മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ പോരണമെന്ന് പറഞ്ഞ് ഞാൻ പോരും. പപ്പായ്ക്ക് വയ്യ, ആശയില്ല, മോളെ കാണുമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അങ്ങനെ പോന്നുകൊണ്ടിരിക്കുക, തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുന്നത്. ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് വലിയൊരു ഫ്ലെക്സിൽ പപ്പാച്ചിയുടെ ഫോട്ടോ. അപ്പോൾ തകർന്നു പോയി. പക്ഷെ അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് പപ്പ മരിച്ചുപോയി. പപ്പ അങ്ങനെ തകർന്നു പോകാനിടയിൽ. പക്ഷെ അവിടെയും ദൈവം എന്നെ പിടിച്ചു നിർത്തി. കാരണം ഞാൻ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രീഡം മിനിസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ബിജു ഫിലിപ്പാസിന്റെ ചർച്ചിലാണ്. അപ്പം ഞാൻ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്നെ ഡയറക്റ്റ് അറിയത്തില്ല, വലിയ ചർച്ച എന്നെ പേഴ്സണലായിട്ട് അറിയത്തില്ല. അപ്പം പറഞ്ഞു മോളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പറയുന്നു, മോളുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, മറ്റാരുടെയും ജീവിതത്തിലകത്തോട്ട് പല പ്രശ്നങ്ങളും മോളുടെ ജീവിതത്തിലുണ്ടോ എന്ന് പറഞ്ഞു. ഉണ്ട്, എനിക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതെൻ്റെ കൂട്ടത്തിലുള്ള റൂംമേറ്റ്സ് ആണെങ്കിലും എല്ലാവരും പറയും എനിക്ക് മാത്രമേ ഇത്ര പ്രശ്നങ്ങൾ. അപ്പം ഞാൻ വിശ്വസിക്കും ഞാനൊരു ചോസനാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. വിളിയുള്ളവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാറുള്ളൂ അന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇത് പറയാനിടയിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. പാസ്റ്ററുടെ മോളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ആ കാറ്റടിച്ച് തീരുമ്പോഴത്തേനും നമ്മുടെ മുറ്റത്തുനിന്ന് ചില
ഇലയൊക്കെ കാറ്റടിച്ച് പറന്നു പോകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ മോളുടെ ജീവിതത്തിൽ നിന്ന് കൺമുന്നിൽ നിന്ന് ചിലത് അപ്രത്യക്ഷമായി പോലോ മാറ്റപ്പെട്ടു പോകും. അങ്ങനെ തന്നെ ഒരു വാക്ക് ഉപയോഗിക്കാനായിട്ട് ഇടയായി. അപ്പം പെട്ടെന്ന് പപ്പാച്ചി വർഷമായിട്ട് ഞാൻ അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മുടെയൊക്കെ നന്മ, ഞങ്ങളുടെ മുന്നേ നന്മ കാണാൻ പപ്പ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. അപ്പം പെട്ടെന്ന് ഇത് വന്നപ്പോഴത്തേനും സത്യത്തിൽ അവിടെ തളർന്നു പോകേണ്ടത്. അന്ന് ദൈവം നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇതെന്നെ ഹിറ്റ് ചെയ്തു. ഇതാണ് ദൈവനോട് നേരത്തെ സംസാരിച്ചത്. തളർന്നു പോകരുതെന്ന് ദൈവം ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തളർന്നു പോകരുത്. എൻ്റെ സ്വർഗത്തിലെ പിതാവ് എൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മമ്മിയും ട്രീറ്റ്മെൻറ്റിലായിരിക്കും, പ്രാർത്ഥിക്കണം. ഞാനിപ്പം ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടഫസ്റ്റ് ഉള്ളൊരു എക്സാം 0.2% മാത്രമേ എല്ലാ വർഷവും ക്ലിയർ ചെയ്യത്തുള്ളൂ. 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നില്ല. ഇത്രയും ഈ ഒരു ഫീൽഡിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നു. അപ്പം എനിക്ക് വേണ്ടി തുടർന്ന് എൻ്റെ പഠിത്തത്തെ ഓർത്തും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് കിട്ടിയതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെട്ടിട്ടും നമ്മൾ നല്ലൊരു ഇതിലേക്ക് വന്നിട്ട് മാർഗ്ഗദൈവത്തിനെ നമ്മൾ തിരിച്ച് കൂടത്തിൽ നിന്ന് നമ്മളെ പോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കും കൈത്താങ്ങാകാൻ സാധിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഗോഡ് ഷുഡ് ബി അവർ ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ എത്ര പഠിക്കാൻ ഒരുപാട് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഭാവിയേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ എല്ലാത്തിനേക്കാളും ഒരുപാട് ദൈവമായിരിക്കണം നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമുണ്ട് ദൈവനോട് ഇടപെട്ടത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നമുക്ക് വളരെ കുറച്ച് ശക്തി ഉള്ളെങ്കിലും ദൈവം നമ്മളെ താങ്ങിക്കൊള്ളും. ദൈവം നമുക്ക് വേണ്ടിയിട്ടൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ പഠനത്തോടനുബന്ധിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഒന്ന് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക് ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ, ഞാൻ പറയാം. പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് നമുക്ക് പഠിക്കാനായിട്ട് യൂസ്ഫുൾ ആകുന്ന, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 മിനിറ്റ്സിൻ്റെ ഒരു 4 സൈക്കിൾ. 25 മിനിറ്റ്സ് നമ്മൾ പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 25 മിനിറ്റ്സിൻ്റെ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അത് കഴിയുമ്പോൾ ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. മനസ്സിലായോ? 25 മിനിറ്റ്സിൻ്റെ 4 സൈക്കിൾ പഠിക്കുക, അതിനിടയ്ക്ക് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഈ 4 സൈക്കിൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ലോങ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു 15 to 20 മിനിറ്റ്സ് അത്രേ ആവുള്ളൂ. പിന്നെ മേക്ക് ഷുവർ ദാറ്റ് യു കം ബാക്ക്. നമ്മൾ ആ വഴി പോകരുത്. 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും പിന്നെ പോകരുത്, തിരിച്ച് വന്ന് പഠിക്കണം. ഈ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞ ബ്രേക്കിൽ നമ്മൾ ഫോൺ എടുക്കാൻ പോകരുത്. അന്നേരം ഫ്രഷ് ആകാനോ വെള്ളം കുടിക്കാനോ എണീറ്റ് നടക്കാനോ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം ഈ ഒരു ടെക്നിക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് പറയുന്ന, എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള, എല്ലാവരും ചെയ്ത് നോക്കി. പിന്നെ 25 മിനിറ്റ്സ് എന്നുള്ള നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കൂട്ടും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ 2 ആപ്സ് നിങ്ങളെ പരിചയപ്പെടുത്താം. YPT എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റ്. ഇപ്പം നാളെ എനിക്ക് ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇന്ന പുസ്തകം വായിക്കാനുണ്ട്, ഇത്ര പോർഷൻ കവർ ചെയ്യാനുണ്ട്, ഇത്ര കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ളതെന്ന് ഓൾറെഡി നമുക്ക് ലിസ്റ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ചെയ്യുമ്പം ആ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഇരുന്നു എന്നുള്ളത് നമുക്ക് അത് അനുസരിച്ച് നമുക്കത് നോക്കാൻ പറ്റും. നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ആ ആപ്പിനകത്ത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പഠിക്കുന്നത് നമുക്ക് എത്ര സമയം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്കും അതൊരു മോട്ടിവേഷൻ ആവും. പിന്നെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടൈമിംഗ് ഇടുക, ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ടൈമർ ഇടുവാണെങ്കിൽ അത്രയും മിനിറ്റ്സ് നമ്മൾ പഠിക്കുമ്പോഴത്തേനും ഒരു ചെടി പോലെ ഒരു സാധനം അവിടെ ഇങ്ങനെ വളർന്നു വരും. കുറച്ച് ലീവ്സ് വരും, പിന്നെ ഒരു പ്ലാന്റ് ആയിട്ട് അത് വരും. അങ്ങനെ നമ്മൾ ഓരോ സെഷൻ കവർ ചെയ്യുന്നതോറും അതൊരു ഫോറസ്റ്റ് ആയിട്ട്, ആ പ്ലാന്റ് ഇങ്ങനെ വന്ന് ഫോറസ്റ്റ് ആയിട്ട്, അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്, നമ്മുടെ പഠിത്തം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ നമ്മുടെ മാർഗ്ഗദൈവത്തിൻ്റെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന മാർഗ്ഗദൈവത്തിന്, ജോഷി സാറിന്, ജേക്കബ് പാസിന് എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും കാണാം. Yeah.